സിനിമകളിലും വീഡിയോകളിലും കണ്ടിട്ടുള്ള സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രെയിൻ യാത്ര. അറിഞ്ഞ് ചായലാറ്റ് ചായക്കടയിൽ കയറി നല്ല വാം ലൈറ്റ് വലതുകാലം എടുത്ത് വെച്ച് ഇറങ്ങി. നല്ല ട്രെയിൻ, നല്ല സർവീസും. സ്വിറ്റ്സർലൻഡിലെത്തി നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തി കേട്ടോ. സ്റ്റേഷനിലെത്തി ഇറങ്ങിയിട്ട് വേണം ഇനി അടുത്ത ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ഓ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാൽ ഇപ്പം എന്ത് തണുപ്പ്! ട്രെയിൻ നല്ല സുഖം അല്ലേ? അപ്പോൾ അതെ, നമ്മളുടെ ട്രെയിൻ നമ്മുടെ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേഷനാണ്. ഒരുമാതിരി എല്ലാ യാത്രക്കാരും ഇറങ്ങിക്കഴിഞ്ഞിട്ടാ, രക്ഷയില്ല. യെസ്, നല്ല സ്റ്റേഷനും സംഭവങ്ങളൊക്കെ തന്നെയാണത്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾ, കൃഷിസ്ഥലങ്ങൾ മാത്രമാണ്. മേ ബി അതിനപ്പുറത്തേക്ക് മാറിയിട്ടൊക്കെ കാണുമായിരിക്കണം. പിന്നെ കാഴ്ചകളുടെ പ്രത്യേകത വെച്ചാൽ ഓരോ ഗ്രാമങ്ങളിലും ധാരാളം ഒരു 100-200 വീടുകളുള്ള ഗ്രാമങ്ങൾ, വലുതെന്നൊക്കെ പറഞ്ഞാൽ 500-1000 വീടുകളെന്ന് നമുക്ക് വേണമെങ്കിൽ ദൂരെ കാഴ്ചയിൽ മനസ്സിലാകും. പ്രധാനമായിട്ടും 1-2 ചർച്ചുകൾ അവിടെ കാണാം. അത്രയേ ഉള്ളൂ. നിർമ്മാണ രീതികളൊക്കെ ഏതാണ്ട് യൂറോപ്പിനായിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റൈലിലുള്ള നിർമ്മാണ രീതികളെല്ലാം തന്നെ ഇവിടെ ഇത്ര ദൂരം പിന്നിട്ടെത്തുമ്പോൾ 2-2.5 മണിക്കൂർ പിന്നിട്ടെത്തുമ്പോൾ ഇതാണ് ഒരു പ്രധാന സ്റ്റേഷൻ. ഏതാണ് നമ്മൾ ബോംബെ VT സ്റ്റേഷനിലെത്തിയ പ്രതീതി കേട്ടോ. നിർമ്മാണ രീതിയൊക്കെ അത്തരത്തിലാണ്. ബോംബെയിലെ VT സ്റ്റേഷൻ ഇങ്ങനെയാണ്. അതായത് ഈ കാണുന്നത് ഉണ്ടല്ലോ, അതായത് ഈ കാണുന്ന ആർച്ചൊക്കെ ഉണ്ടല്ലോ, ഇത് ഇതേ രീതിയിലാണ്. ഒരു പക്ഷേ ഇവർ തന്നെയാണ് മുമ്പ് കെട്ടിയതെന്ന് തോന്നേണ്ടത്. അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ ഇതുപോലെ തന്നെ. ഇപ്പം ഇത് കാണുന്നവർ ബോംബെയിലുള്ളവർക്ക് മനസ്സിലാവും ഇല്ലേ? നമ്മൾ ബോംബെ സ്റ്റേഷൻ്റെ ഒരു പ്രതീതി ഇല്ലേ, VT സ്റ്റേഷൻ്റെ സൈഡിൽ കിടക്കുന്ന പ്രതീതിയുണ്ട്. യാത്രകൾ ഒന്നും പറയാനില്ല. ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ ഭൂമിയുടെ അടിയിലൂടെയുള്ള സബ്വേസ് കേട്ടോ. താഴെയാണ് നമ്മൾ നടക്കുന്നത്. യെസ്, അങ്ങനെ നമ്മളിത് ഫ്രാൻസിൻ്റെ ബോർഡറിൽ നമ്മൾ എത്തിയിട്ടാണ്. അതിൻ്റെ പേര് സ്റ്റാഴ്സ്ബർഗ്. നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ ബർഗ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കാൾസ്ബർഗ് ഓർമ്മ വരുന്നത്, ഫേമസ് ബിയറൊക്കെ. അതല്ല കേട്ടോ, സ്റ്റാഴ്സ്ബർഗ്. ഓക്കെ, ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ വേറെ ട്രെയിനിൽ കേട്ടിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക്. നമ്മൾ VT സ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റേഷൻ നമ്മൾ വിട്ടു പോവുകയാണ്. മറ്റു ട്രെയിനുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ട്രെയിനുകളും സൈഡിൽ കൂടെയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താ നമ്മുടെ പ്ലാൻ ഇനിയിപ്പോൾ? നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നേരെ പിസാൽ എന്ന് പറയും, പിസാൽ SBB അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ലുസാണിൽ ചെല്ലാൻ. അപ്പോൾ ലുസാണിൽ എത്തുമ്പോഴത്തേന് അങ്ങനെ ഒരു 5:30 PM ആവും. ഓക്കെ, ഇരുട്ടാവും. 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഈ ട്രെയിന് പിസാലിൽ ചെല്ലും. ഓക്കെ, പിസാലിൽ നിന്ന് പിന്നെ 1/2 മണിക്കൂർ നമുക്ക് ലോക്കൽ ട്രെയിൻ. ഓക്കെ, അത് നമ്മൾ ഇന്നലെ പോയില്ലേ, RR പോലെ ലോക്കൽ ട്രെയിൻ. സ്റ്റാഴ്സ്ബർഗിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം സ്റ്റാഴ്സ്ബർഗ് എന്ന് പറഞ്ഞാൽ
ഫ്രാൻസിൻ്റെ തന്നെ അതായത് ജർമ്മൻ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഫ്രഞ്ചും ജർമ്മനും മിക്സ് ആയിട്ടുള്ള കൾച്ചർ ആണ് പ്രധാനമായിട്ടുള്ളത്. ഒരുപാട് ടൗണുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കടന്നു പോകുന്ന വഴിക്ക് നമുക്ക് മണിക്കൂറുകൾ നീണ്ട യാത്ര ഒരു എപ്പിസോഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടും കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇത്തരം കാഴ്ചകൾ നമ്മുടെ മനസ്സ് നിറയ്ക്കും, നോ ഡൗട്ട്. അപ്പോൾ വണ്ടിയിലിരുന്ന് വളരെ റിലാക്സ് ആയിട്ട് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിത്രങ്ങൾ ഈ ഗ്ലാസ്സിൽ ഭയങ്കര ഗ്ലെയർ, വണ്ടിയുടെ അകത്തുള്ള ലൈറ്റൊക്കെ ആയിട്ട് ഗ്ലെയർ അടിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്താ പറയുക മൊബൈലൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് കുറേ വിഷൻസ് ഒക്കെ എടുക്കുക. അതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല അതിമനോഹരമായിട്ടുള്ള യാത്ര. ഇത്ര നാളും നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള സിനിമകളിലും വീഡിയോകളിലും കണ്ടിട്ടുള്ള സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രെയിൻ യാത്ര എന്താല്ലേ. ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തായാലും വളരെ ഭംഗിയായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ കമ്പാർട്ട്മെന്റിൽ തിരക്ക് വളരെ കുറവാണ്. ഇതിലെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ കംഫർട്ടബിൾ അവരവരുടെ വർക്കുകളിലൊക്കെ മുഴുകിയിരിക്കുകയാണത്. ഇതാണ് ഇതിലെ കാഴ്ച. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്വിറ്റ്സർലൻഡിൽ കയറി കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിൻ്റെ മണ്ണിലേക്ക് വലതുകാലം എടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ ഏതാ വലതുകാലം എന്നാദ്യം നോക്കട്ടെ. യെസ്, സ്വിറ്റ്സർലൻഡിൻ്റെ മണ്ണിലേക്ക് വലതുകാലം എടുത്ത് വെച്ച് ഇറങ്ങി. യെസ്, ഇനി നമ്മൾ ഇനി അടുത്ത ട്രെയിനിൽ കയറണ്ടേ? നമ്മളിത് സ്വിറ്റ്സർലൻഡിലെ സ്റ്റേഷനിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. യെസ്, സ്വിറ്റ്സർലൻഡിൽ നമ്മൾ എത്തിച്ച ഫ്രാൻസിൻ്റെ ട്രെയിനാണ്. അപ്പോൾ ട്രെയിന് ബൈ. നല്ല ട്രെയിൻ, നല്ല സർവീസ്, ഒന്നും പറയാനില്ല. ഇങ്ങോട്ടുള്ള സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റിയെടുത്തപ്പോഴും കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റി. നല്ല തിരക്കുള്ള സ്റ്റേഷൻ ഉണ്ട്. ഒരുപാട് ട്രാക്കുകളുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ട്രാക്കുകളുള്ള സ്റ്റേഷനിലാണ് എത്തിയേക്കുന്നത്. അങ്ങനെ ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലൻഡിലെത്തി. അപ്പോൾ ഇനി സ്വിറ്റ്സർലൻഡിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട്, രക്ഷയില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ ഫ്രാൻസിലൊക്കെ കണ്ട ബിൽഡിങ്ങിൻ്റെ മാറിയിട്ട് കൺസ്ട്രക്ഷൻ രീതിയൊക്കെ വ്യത്യാസമാണ് കേട്ടോ. ആ ഫ്രഞ്ച് കൺസ്ട്രക്ഷനും ഇവിടെ വരുമ്പോഴുള്ള കൺസ്ട്രക്ഷൻ രീതി രണ്ടാണ്. അങ്ങനെ നമ്മൾ ഇനി പോകാനുള്ള സ്റ്റേഷൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞ് ഇത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ബാക്കി എക്സ്പ്രസ്സോ കോഫി ലാറ്റ് നമ്മൾ കാണാറ്. നമ്മളെ മനസ്സറിഞ്ഞ് ചായ ലാറ്റ് മൊക്ക അമേരിക്കാനോ ബാക്കിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ചായക്കടയിൽ കയറിയിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനകത്ത് ചായക്കടയുടെ സെറ്റപ്പ്, അതായത് കോഫി ഷോപ്പിൻ്റെ. അപ്പോൾ ചായക്കടയിൽ കയറിയിട്ട് കോഫി ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ചായ ലാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. അതുപോലെ ചെറിയൊരു സ്നാക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചായ ലാറ്റ് എത്തിക്കഴിഞ്ഞു. യെസ്, ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ കൊടുത്തത് യൂറോ ആണ് കൊടുത്തത്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് അതിൻ്റെ പേരിൽ തന്നെ അവരോടൊന്ന് സ്വിറ്റ്സർലൻഡിൻ്റെ കറൻസിയാണ് കേട്ടോ. ഓക്കെ, അച്ഛാ എന്നിട്ട് നോക്കണേ എന്താണ് ഈ ലൈറ്റ് നോക്കുക ഹാരിസേ, ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സാധാരണ LED ഇടുമ്പോൾ നമ്മൾ സീലിംഗ് നിന്നാണെങ്കിലും നോക്കിയാൽ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത മനസ്സിലായത്. ലൈറ്റ് വേറെ അത് സെറ്റിങ് ഡിഫറെൻ്റ് ആണ്. കണ്ട വെർട്ടിക്കലായിട്ടാണ് ലൈറ്റ് ഇട്ടേക്കണേ. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ലൈറ്റ് കിട്ടുന്നുള്ളതാണ്. നമ്മൾ സാധാരണ സിംഗിൾ പാട്ട് മുകളിൽ അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇത് രണ്ട് സൈഡ്. ഇത് എന്തായാലും നല്ലൊരു രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ നല്ല വാം ലൈറ്റ്, അകത്ത് നല്ല ചൂടുണ്ട്. ഒപ്പം കട്ടൻ ചായയും. നമ്മുടെ കേരളത്തിലെല്ലാ റെസ്റ്റോറൻറ്റ് ചെയ്ത് നല്ലതാണ്, പരീക്ഷിക്കാം. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴേ വല്ലാത്തൊരു മണം കാണത്തില്ല. ശ്രദ്ധിക്കട്ടാ, ഈ കാപ്പിയുടെ തണിയിൽ നമ്മുടെ ഈ ബാഡ് സ്മെല്ലുകളും നല്ലതായും മോശമായിട്ടുള്ള എല്ലാ സ്മെല്ലുകളും വലിച്ചെടുക്കും. ഇവിടെ ഫ്ലവർ റൈസിൻ്റെ അകത്ത് ഇട്ട് ചെയ്യുന്നത് വറുത്ത കാപ്പിക്കുരു,
അപ്പോൾ അതുണ്ടെങ്കിൽ വേറെ ബാഡ് സ്മെല്ലുകളൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണിത്? അതാണ്. വീണ്ടും യാത്ര തുടരുന്നു. ഇന്ന് മൊത്തം ട്രെയിനിലാണ്. നമുക്കിനി ഇവിടെ നിന്നല്ല അപ്പുറത്ത് മാറിപ്പോണല്ലോ അല്ലേ? യെസ്. ഇനി സ്വിറ്റ്സർലൻഡിൻ്റെ ലോക്കൽ ട്രെയിനിലാണ് നമ്മളിനിപ്പോൾ പോകാൻ പോകുന്നത്. എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലത്തെ എന്താ കാഴ്ച നോക്കട്ടെ കേട്ടോ. സ്വിറ്റ്സർലൻഡിൻ്റെ മണ്ണിൽ കാലുകുത്തിയതിന് ശേഷം ഇത് റെയിൽവേ സ്റ്റേഷനിൽ കൂടി വെളിയിലേക്ക് ഇറക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് നമ്മൾ കാണണ്ടേ. യെസ്. ഓക്കെ. സൈക്കിളുമായി വേണ്ട. നമ്മൾ ഫ്രാൻസിലാവുക പരിപാടി ഇത് കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ അടിപൊളി. യെസ്. സൈക്കിളുകൾ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് മെക്ഡൊണാൾഡ്സ് അവിടെ കാണാനുണ്ട്. വണ്ടികൾ, യാത്രക്കാരെ കൊണ്ടുള്ള വണ്ടികളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്. വലിയ വലിയ ബിൽഡിങ്ങുകൾ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അതിപ്പോൾ കണ്ടില്ലേ ആ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇത്ര മണിക്കൂറുകളൊക്കെ യാത്ര ചെയ്തപ്പോൾ വന്ന സ്ഥലങ്ങളിലൊന്നും ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. മൊത്തത്തിൽ നിർമ്മാണ രീതി വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിലൊക്കെ മാറ്റം. ഇങ്ങനെ ഓരോരോ ബോർഡറുകൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് പുതുമകൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മൾ ട്രെയിനിൽ ഫ്രാൻസിൽ നിന്ന്, അതായത് പാരീസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ വന്ന് അവിടെ നിന്ന് ഇറ്റലിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ ട്രെയിനിൽ നമ്മൾ എറണാകുളത്ത് നിന്ന് കയറിയിട്ട് ചെന്നൈയിൽ പോകുന്നു, ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. യെസ്. അപ്പോൾ എന്തായാലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളത് വന്ന വഴിക്ക് വീണ്ടും തിരിച്ചു കയറാം.